ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ ആയിട്ടുണ്ടല്ലോ നല്ല നാടൻ നെയ്പ്പത്തലാണ്. നമ്മുടെ സ്വന്തം നെയ്പ്പത്തൽ നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ? വാടോ. 2 ഗ്ലാസ് പുഴുങ്ങലരി, അത് വെള്ളത്തിലിട്ട് ഒരു 6 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാം. ഇനി അത് നന്നായി ഒന്ന് അരിച്ചെടുക്കുക, വെള്ളമൊക്കെ വറ്റുന്നവരെ അരിച്ചെടുക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് നമുക്ക് തേങ്ങ ചിരവിയത്, പരിഞ്ജീരകം, ചെറിയുള്ളി അതൊക്കെ ഇട്ട് നന്നായി ഒന്ന് ചതച്ച് കൊണ്ടുവരാം. ഇതുപോലെ ഇനി ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് അതേ ജാറിലോട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരി വെച്ചൊന്ന് അരച്ചെടുക്കാം. ചെറുതായി ഒന്ന് അരച്ചാൽ മതി. ആ അരിയുടെ തരിയൊക്കെ ഇങ്ങനെ വേണം. ഇനി അതിലോട്ട് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പും വെള്ളവും ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ ആദ്യം മിക്സിയുടെ ജാറിലോട്ട് വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ, ഇപ്പോഴാണ് വെള്ളം ഒഴിച്ചത്. അതൊരു ട്രിക്കാണ്. ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് പരത്തി കൊടുത്തു. കുറച്ച് വെളിച്ചെണ്ണ കയ്യിലും. ഇനി അരി എടുത്തതാ കൈ കൊണ്ട് ഇതുപോലെ ഉരുട്ടുക. ഇനി നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇനി 4 ഭാഗവും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചൂടായ ഓയിലിലോട്ടങ്ങിടാം. വാ മാഷാ അല്ലാഹ്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഇനിയും മറിച്ച് കൊടുക്കാം. നല്ല അടിപൊളിയായി വന്നിട്ട് നമ്മൾ നെയ്പ്പത്തൽ അങ്ങനെ നമ്മളടുത്ത് അങ്ങനെ പൊരിഞ്ഞ് വന്നു. നമ്മൾ നെയ്പ്പത്തൽ ഇവിടെ റെഡി. ഇനി ഒന്ന് നടുകെ ഒന്ന് കീറി കൊടുത്താലോ? ഈ കീറി കണ്ടിട്ട് ഞാൻ വൈഫിനോട് പറഞ്ഞു നമുക്ക് ഇതിൽ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഓളിവിടെ നല്ല ചില്ലി ചിക്കൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. അതിൻ്റെ കൂടെ ഒരു പിടുത്തം പിടിച്ച മോനെ എപ്പടി